അന്ത്യകാലം വന്നെടുത്തേ പെന്തക്കോസ്തിൻ ജ്വാലയാണേ, അന്ത്യകാലം വന്നെടുത്തേ പെന്തക്കോസ്തിൻ ജ്വാലയാണേ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്ത നാട്ടിൽ പോയിടാമേ, ചന്തമോടെ സേവ ചെയ്താൽ സ്വന്ത നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരുമിച്ച് ഒരു സുപ്രഭാതം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിത്തന്ന ഈ അനുഗ്രഹീത നിമിഷത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതത്തിലെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. ഞാനതിവിടെ ഉദ്ധരിക്കട്ടെ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷത്തിൻ്റെ കാതലിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം സദ്വർത്തമാനം എന്നാണ്, നല്ല വാർത്ത. സുവിശേഷത്തിൻ്റെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ, സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യേശു സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് കടന്നു വന്നു എന്നും അവൻ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നും അത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതും അത്രേ സുവിശേഷത്തിൻ്റെ കാതൽ. യേശുക്രിസ്തുവിൻ്റെ ജനനം നിസ്തുല്യമായ ജനനമായിരുന്നു. വിശുദ്ധ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു എന്ന്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം നാം വായിച്ചാൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ആരംഭത്തിൽ തൊട്ടേ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 വാചകങ്ങൾ ഞാൻ വായിക്കാം. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദിയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു എന്നിങ്ങനെ ജനിപ്പിച്ചു 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 എന്നുള്ള നീണ്ട ഒരു കണക്ക് അബ്രഹാം മുതൽ ദാവീദ് വരെ 14 പ്രാവശ്യവും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തിൻ്റെ കാലഘട്ടം വരെ അടുത്ത 14 തലമുറകളും, വീണ്ടും ബാബേൽ പ്രവാസത്തിൻ്റെ കാലഘട്ടം മുതൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെ 14 തലമുറകളും, അങ്ങനെ 3 14 42 തലമുറകളുടെ കാര്യം പറയുമ്പോഴും അതിൽ 41 തലമുറയുടെ കാര്യത്തിലും ജനിപ്പിച്ചു 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 എന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ കാര്യമെത്തുമ്പോൾ തിരുവചനം ഇങ്ങനെയാ പറയുന്നത്, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഇതിനു മുൻപോട്ടുള്ള ഭാഗങ്ങളെല്ലാം ജനിപ്പിച്ചു ജനിപ്പിച്ചു എന്നെഴുതിയിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവനെ ഭൂമിയിലുള്ള മനുഷ്യരാരും ജനിപ്പിച്ചതല്ല. അതുകൊണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. യേശുവിൻ്റെ ജനനത്തിങ്കൽ അവൻ നിസ്തുല്യന. ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ അവൻ ഈ ഭൂമുഖത്തേക്ക് ഉദയം ചെയ്യുകയായിരുന്നു. അവനെ ആരും ജനിപ്പിച്ചതല്ല, അവൻ ജന്മമെടുക്കുകയായിരുന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നിസ്തുല്യനായ ക്രിസ്തു, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം.
പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ കാതൽ യേശു ക്രിസ്തുവാണ്. ഏതൊരു പ്രസംഗകനും പ്രസംഗിക്കേണ്ട വിഷയം യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ്റെ ഇഹലോകത്തിലെ ജീവിതം 60, 70, 80 വയസ്സുകൊണ്ട് തീർന്നു പോകുമ്പോൾ ഈ ലോകത്തിലുള്ള ഏത് കാര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടും പ്രയോജനമില്ലാതിരിക്കുമ്പോൾ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ, ഒരു കുറ്റവും കാണുവാൻ ഇല്ലാത്ത ഒരുവനുണ്ട് എങ്കിൽ അത് കർത്താവായ യേശു മാത്രമാണ്. ശാരോനിലെ പനിനീർപുഷ്പമായിരുന്നവൻ, താഴ്വരകളിലെ താമരയ്ക്ക് തുല്യനായിരുന്നവൻ യേശു. പൗലോസ് പറയുകയാണ്, അവനത്രേ എൻ്റെ സുവിശേഷത്തിൻ്റെ കാതൽ. ഇന്ന് പ്രഭാതത്തിലും എൻ്റെ പ്രസംഗത്തിൻ്റെ കാതൽ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ദാവീദിന്റെ സന്തതിയായി ഈ ലോകത്തിലേക്ക് വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അവനത്രേ എൻ്റെ പ്രസംഗത്തിൻ്റെ കാതൽ. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്? യേശു അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശു അവൻ പാപികളെ രക്ഷിക്കുന്നവനായതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശു സ്നേഹിത, താങ്കളുടെ മദ്യപാനത്തിൽ നിന്ന് താങ്കൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവമായതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശു താങ്കളുടെ തകർന്ന കുടുംബ ജീവിതത്തിന് പരിഹാരം വരുത്തുവാൻ ശക്തനായ ദൈവമായതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശു മറ്റെങ്ങോ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവമല്ല. അവൻ ഒരു വിഗ്രഹത്തിനുള്ളിൽ വസിക്കുന്നവനല്ല. സകല ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവനും സമസ്തത്തെയും പരിപാലിക്കുന്നവനുമായവൻ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുവാൻ താല്പര്യമുള്ളവൻ. അതുകൊണ്ടത്രേ ഞാൻ അവനെ പ്രസംഗിക്കുന്നത്. മറ്റാരെക്കുറിച്ച് പ്രസംഗിച്ചാലും നിങ്ങൾക്ക് സമാധാനമുണ്ടാകുകയില്ല. പക്ഷേ യേശുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചാൽ, യേശുവിൻ്റെ വചനം കേട്ടാൽ തകർന്നടിയുന്ന താങ്കളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ പുതിയ വിത്തുകൾ വിതറുവാൻ യേശുവിന് കഴിയും. പ്രസംഗത്തിൻ്റെ വാക്ചാതുര്യത്തിലല്ല, പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചായതുകൊണ്ട് ഈ പ്രസംഗത്തിൽ രോഗസൗഖ്യമുണ്ടാകും. ക്ഷീണിതർ, തകർന്നിരിക്കുന്നവർ ബലം പ്രാപിച്ചു കുതിച്ചെഴുന്നേൽക്കും. കാരണം യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിനു മുൻപാകെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുമെന്ന് തിരുവചനം പറയുന്നു. താങ്കൾക്ക് പാപത്തിന്റെ പരിഹാരമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു, അവനത്രേ സദ്വർത്തമാനം, അവനത്രേ സുവിശേഷം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒന്നാമത് യേശുവിനെ ഓർത്തുകൊള്ളുക എന്നാണ് തിരുവചനം പറയുന്നത് എങ്കിൽ, ഓർക്കേണ്ട അഥവാ നാം മറന്നുകളയുവാൻ പാടില്ലാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടെ തിരുവചനം പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. 1, യേശുവിനെ ഓർത്തുകൊള്ളുക. 2, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, 77-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. സങ്കീർത്തനക്കാരനായ ആസാഫ് ദൈവസന്നിധാനത്തിൽ പാടിയ ഒരു പാട്ടിൻ്റെ ചില വരികളാണ് ഞാനിവിടെ വായിച്ചത്. ഞാൻ യഹോവയുടെ പണ്ടത്തെ പ്രവൃത്തികളെ ഓർക്കും. ഓർക്കേണ്ട പലതും നാം ഓർക്കാറില്ല, ഒരിക്കലും ഓർമ്മിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പലതും നാം ഓർക്കാറുമുണ്ട്. ചിലപ്പോൾ വളരെ ദൂരെയുള്ള ഓഫീസിലേക്ക് നാം ധൃതിയിൽ ഓടിപ്പോകും, താക്കോലെടുക്കാൻ മറന്നുപോകും. എന്തിനധികം പറയുന്നു, ബസ്സിൽ കയറി കഴിയുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്താണ് പണമെടുത്ത് പോക്കറ്റിൽ ഇട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുന്നത്. മറവി പല രീതിയിൽ നമ്മയൊക്കെ പിന്തുടരാറുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ യഹോവയുടെ പണ്ടത്തെ പ്രവൃത്തികളെ ഓർക്കും. എന്തിനാ യഹോവയുടെ പഴയ പ്രവൃത്തികളെ ഓർക്കുന്നത്? ജീവിതത്തിൻ്റെ വൈതരണികളിലൂടെ കടന്നുപോയപ്പോൾ, ഏറെ തകർക്കപ്പെട്ട ജീവിതാന്തരീക്ഷത്തിലൂടെ കടന്നുപോയപ്പോൾ, പ്രതിസന്ധിയുടെ നടുവിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നാം ഓർത്താൽ, പഴയതിനേക്കാൾ താരതമ്യേന ചെറുതായ ഇന്നത്തെ പല പ്രതിസന്ധികളെയും വേഗത്തിൽ തരണം ചെയ്യുവാൻ കഴിയും.